ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ചെറിയ ഗാർഡനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും നമ്മുടെ വീട്ടിൽ ചെടികളൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ആ ചെടികളെല്ലാം കൂടി ഇവിടെ നിന്നൊക്കെ പറിച്ച് കയറ്റി വെച്ചേക്കുന്ന ഒരു ഗാർഡൻ, എൻ്റെ ഒരു കുഞ്ഞു ഗാർഡൻ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കുന്നത്. പിന്നെ വേറെ കാര്യം പറയാം, നമ്മുടെ വീഡിയോ വരാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ഇടുന്നുണ്ട്, ഇടയ്ക്ക് ഇടുന്നുണ്ട്. പക്ഷേ നമുക്ക് പരീക്ഷ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഷോർട്ട് ഇടാത്തത്. ഷോർട്ടല്ല, ലോങ് ഇടാത്തത്. അപ്പോൾ പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങും. അപ്പോൾ അതിനുള്ള ഓരോരോ കാര്യങ്ങളാണ്. സ്കൂളും ഉണ്ട്, പിന്നെ ഭയങ്കര താമസിച്ച് വരും, ചില ദിവസം നേരത്തെ വിടും, അങ്ങനെയൊക്കെയാണ്. കാരണം നമുക്ക് ഒരു സമയം കൃത്യനിഷ്ഠ ഇല്ലാത്ത വീഡിയോ ആണ് കേട്ടോ. അത് കാരണമാണ് നമ്മൾ ഇടാത്തത്. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുറത്ത് നിന്നിട്ടുള്ളൊരു വീഡിയോ, പുറത്ത് നിന്നിട്ട് എടുക്കാറുണ്ട്, നല്ലൊരു വേറൊരു പുറത്ത് നിന്നിട്ടുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഗാർഡനിലേക്ക് പോകാം. ഇത് തന്നെയാണ് ഗാർഡൻ. നമുക്ക് നേരെ ഗാർഡനിലേക്ക് പോകാം. ഗാർഡൻ ഇവിടെ ഒരു നമ്മൾ കെട്ടിയേക്കുന്ന എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കയറി വരിക. ഇതാണ് എൻ്റെ ഗാർഡൻ. നിങ്ങളോർക്കും വലിയ ഗാർഡനാണെന്നൊക്കെ ഓർക്കുമായിരിക്കും. എൻ്റെ കുഞ്ഞൊരു ഗാർഡനാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആദ്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് എപ്പോൾ നട്ടയാണ്, എന്ന് നട്ടയാണ്, ഏത് ഡേറ്റാണ്, എന്നാണ് ഉണ്ടായെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും പലരുടെയും വീട്ടിലുള്ള ഒരു ചെടിയാണ്, പലയിടത്തും കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് എവിടെ ഇട്ടാലും കിളുത്ത് വരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയാണിത്, എവിടെ ഇട്ടാലും കിളുത്ത് വരും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ബോൾസാണ് കേട്ടോ. അപ്പോൾ ഇത് ശോമയുടെ വീട്ടിൽ നിന്ന് ഞാനൊരു കൊണ്ടുവന്ന ഇതിൻ്റെ ഇതുണ്ട്, ഇനി മുട്ട്. ഇത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അരി വരും. ഇതിപ്പോൾ മൂക്കാത്ത മുട്ടാണ്. അപ്പോൾ അത് മൂത്ത് പറിക്കുമ്പോൾ അതിനകത്ത് നിന്നൊരു കറുത്ത കളറിൽ നല്ല ഞെങ്ങാത്ത ടൈപ്പ് അരി കിട്ടും. അപ്പോൾ അതാണ് മൂത്ത. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതോ ഒരു കാട്ടിൽ അതവിടെ ഇട്ടു കേട്ടോ. അവിടെ കൊണ്ട് ഇട്ടപ്പോൾ യാദൃശ്ചികമായി കിളുത്ത് വന്നു, അതിൽ പൂവിട്ടു. അപ്പോൾ ഞാൻ അരിയിൽ നിന്ന് വീണ്ടും പറിച്ചുകൊണ്ട് ഈ റോസാ ചട്ടിയിലൊക്കെ കൊണ്ട് ഇട്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിളുത്ത് വന്ന കുറച്ച് ബോൾസാണിത്. ഇപ്പം മൊത്തത്തിലൊരു 5 എണ്ണം ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ മാത്രം പൂവ് കുറവേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്നലെ വരെ പൂവില്ലായിരുന്നു, അപ്പോൾ ഇന്ന് പൂവിട്ടു കേട്ടോ അത്. അപ്പോൾ വേറൊരു കാര്യം, ഇതാണ് അടുത്ത സംഭവം. ഇത് ഞാൻ അമ്മയുടെ പുറകിൽ നിന്ന് അമ്മ സംഭരിച്ച് വെച്ചിരുന്ന അമ്മയുടെ കോളിഫ്ലവർ ഞാൻ നൈസായിട്ട് അമ്മ ഇല്ലാത്ത സമയത്ത് അടിച്ചു മാറ്റി. അപ്പോൾ ഇതൊക്കെ ഞാൻ അമ്മ ഇല്ലാത്ത സമയത്ത് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്ന് വെക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ. എനിക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പറഞ്ഞാലേ അമ്മ എനിക്ക് തരുവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടെ ഇത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. ഈ ചെടി വീണ്ടും ചെടിയെന്ന് ഇതെന്താണ് കോളിഫ്ലവർ വീണ്ടും വെക്കണമെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് അടുത്ത ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചെടി തന്നെ. ഇത് നിങ്ങളുടെ പരിചയത്തിലുള്ളൊരു ചെടി തന്നെയാണ്. കോളാമ്പി ചെടിയില്ലേ, മറ്റേ മഞ്ഞ കളറിലെ ആ ചെടിയാണ് കേട്ടോ. ഇനി അടുത്തത് ഇതും അതും ഒന്നല്ലേ, ഇതും ഇതാണോ? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു വിറ്റ ഇത് ഈ ചെടിയുടെ കൂട്ടത്തിലുള്ളതാണ്. ഇതല്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഇതും കോളാമ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, വിരിഞ്ഞൊക്കെ നല്ലോണം ഇലയൊക്കെ ഇതായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളോർക്കും ഞാൻ ഇതിനൊന്നും വെള്ളം ഒഴിക്കുന്നില്ല എന്നോർക്കും. ഞാൻ വെച്ച ആ ദിവസങ്ങളിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് അമ്മ ഒരു 3 വട്ടം ഒഴിച്ചു. ഞാൻ സ്കൂളിൽ പോയ കാരണം എനിക്ക് ഒഴിക്കാൻ പറ്റിയില്ല രാവിലെ ഒന്നും. അപ്പോൾ അമ്മ ഒരു 3 വട്ടം ഒഴിച്ചു. ഞാൻ വന്നപ്പോൾ വീണ്ടും ഒരു ട്രിപ്പ് ഒഴിച്ചു. അപ്പോൾ 4 വട്ടം ഇന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ചെടി, ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഇതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേരങ്ങനെ അറിയില്ല. ഇതൊരു മഞ്ഞ കളറിലെ പൂവാണ്, ഇങ്ങനെ വിടർന്ന് കോളാമ്പിനെക്കാട്ടി ചെറിയൊരു പൂവെന്നൊക്കെ വേണേൽ പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതും അത് തന്നെയാണ്. കണ്ടോ, ഇത് വാടി നിൽക്കുവാണ്. ഞാൻ കൊണ്ട് വെച്ചപ്പോൾ നല്ല ഉഷാറുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നല്ല ഉഷാറുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ നല്ലോണം പൂവൊക്കെ ഇട്ടു കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഈ മഞ്ഞ പൂവാണ്, നല്ല രസം. രാവിലെ ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് കാണണം. ഇത് കണ്ടത് നാളെ ഇടൂല്ലാന്ന് തോന്നുന്നു പൂ, അറിഞ്ഞുകൂടെ. ഇത് കണ്ടോ, ഇതൊക്കെ മൊട്ടാണ്. അതൊക്കെ ഇടുമായിരിക്കും നാളെ ചിലപ്പോൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മിക്കയിലും ഓരോരോ പൂ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2-3 എണ്ണം ഉണ്ടായിരുന്നു. ഇതിലായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ പൂ, ഇതിലും. അപ്പോൾ രാവിലെ ഇവിടെ വരാൻ നല്ല രസമാണ്. അതോടൊപ്പം തന്നെ രാത്രി വരാൻ രസമാണ്. പക്ഷെ രാത്രി വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ പാമ്പുള്ളതുകൊണ്ട് എനിക്കൊരു പേടി. പാമ്പ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കും ഞങ്ങൾ എന്താണ് ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. ഞങ്ങൾ വെച്ചതല്ല കേട്ടോ, ഇത് ഞങ്ങൾ കെട്ടിയേക്കുന്നതല്ല. ഈ ഷീറ്റിൻ്റെ അപ്പുറത്ത് റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ ഇത് കാരണമാണ് നമ്മൾ ഷീറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തന്നെ നിർമ്മിച്ചൊരു കല്ലിൻ്റെ കൊണ്ടുള്ളൊരു കെട്ടാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, തേക്കാൻ പോലും പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ചോദിക്കാം, ഇതിനാ? അതെ, നമ്മുടെ കോളാമ്പിക്ക് വേണ്ടി ഇത്തിരി കൂടി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്.
അപ്പോൾ കോളാമ്പിക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇത് ഫുള്ള് ഒഴിക്കുക കേട്ടോ. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓണത്തിനൊക്കെ മെയിനായിട്ടല്ല, ഓണത്തിനൊക്കെ എല്ലാവരും തന്നെ ഇടുന്നൊരു പൂവാണിത്. ഞാൻ ഇതൊന്നും അങ്ങനെ അധികം ഇട്ടിട്ടില്ല കേട്ടോ. ഈ പൂവൊന്നും ഞാൻ ഓണത്തിന് ഇടാറില്ല. ഇത് ഇടാത്തതിന് പ്രധാന കാര്യം ഇത് വാടിപ്പോകുന്നതുകൊണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ആരും ഇട്ട് കണ്ടിട്ടുമില്ല കേട്ടോ. മിക്കവാറും ഇത് ഇടാറുമുണ്ട്, ഇടാറുമില്ല. അപ്പോൾ ഇത് വാടാമുല്ല ഇല്ലാത്തതിന് ഓണം ഇല്ലല്ലോ. ഓണത്തിന് മിക്കവാറും വാടാമുല്ലയൊക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ ഓണത്തിലെല്ലാം എപ്പോഴും ഞാൻ വാടാമുല്ല ഇടാറുണ്ട്, വാടാമല്ലി. അപ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ വാടാമുല്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, വാടാമുല്ല എന്നുണ്ട്, ഇതിന് പേര് വാടാമല്ലി എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ വ്യത്യാസമുള്ളതൊക്കെ ഉണ്ട്. മഞ്ഞയില്ല, സോറി, ഈ കളറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നീല കൂട്ടുള്ളൊരു ലൈറ്റ് പിങ്ക് കൂട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചവിട്ടിയാണ് ഇങ്ങനെ പിങ്ക് കൂട്ടി, ഇതിൻ്റെ ലൈറ്റ് കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഇത് നമ്മുടെ മാവല്ലേ, ഇതൊരു മാവാണ്. അത് അവിടെ ഏതോ ഒരു കാലത്ത് വന്നാണ്, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പണ്ട് പോലെ ഉള്ളതാണ്, എന്നാലും ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു റോസാ ചെടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കളയണം. ഇതെൻ്റെ പൂവാണ്. അപ്പോൾ ഈ ഇതൊരു സുഖമില്ലാണ്ട് നിൽക്കുന്നതാണ്, നമുക്ക് അതിൻ്റെ സുഖപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇതടുത്ത ചെടി, ഇത് നമ്മുടെ സ്വന്തം റോസ. ഈ കളർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. ഒരു പിങ്ക് കളറാണ്. എല്ലാവരുടെയും വീട്ടിൽ റോസ ഉണ്ടെങ്കിൽ ഈ കളർ ഉണ്ടാവുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ അടുത്ത കളറ്, ഇത് അധികം ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലാത്തൊരു ചെടിയാണ്. ഇത് ഉണ്ടോയെന്ന് തന്നെ ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി മേടിച്ച ചെടിയാണ്. ആ റോസയൊക്കെ കൊണ്ട് കുത്തിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചാണ്. ഇത് ബഡ് ചെയ്ത റോസയാണോ? ഇതൊരു ബഡ് ചെയ്ത റോസയാണ്. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ആദ്യത്തെ പൂ ഇടുമ്പോൾ അതെ ഇങ്ങനത്തെ ഒരു മഞ്ഞ കളറാണ്. നല്ല മണം കേട്ടോ ഈ മഞ്ഞ കളറിന്. എനിക്കിത് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പോയി എനിക്ക് സ്പ്രേ ഉണ്ടാക്കണമെന്നൊരു ഭയങ്കര ഒരാഗ്രഹമുണ്ട്. എന്നാലും നടക്കുകയാണ്, ഞാൻ നിങ്ങളോട് കാണിക്കാം. അപ്പോൾ ഇതിനധികം മണമില്ല കേട്ടോ. ഇത് വെള്ളയാണ്. ഇത് പനിനീർ പുഷ്പം. ഇത് പൊട്ടിക്കിളുത്ത് വരുമ്പോഴേ ഉള്ള ഒരു മണമാണ് ഞാൻ പറഞ്ഞത്. നല്ല മണം കേട്ടോ. അടുത്തത് ഇത് വേറൊരു റോസ്. ഇത് നിങ്ങളുടെ വീട്ടിൽ കാണുമായിരിക്കും, മിക്കവാറും വീട്ടിലുള്ളവരെ. വെള്ളമില്ലാത്ത വീടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെള്ളപ്പൂക്കൾ എല്ലാ വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ അതിലൊരു വെള്ളപ്പൂക്കളാണിത്. നമ്മുടെ റോസയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഇന്നിട്ടോ അല്ലെങ്കിൽ ഇന്നലെ ഇട്ടതോ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ അത് പോവാറായിട്ടുണ്ട് കണ്ടോ. ഇതിൽ മിക്കപ്പോഴും പൂ ഇടാറുണ്ട്. മഞ്ഞയിൽ കുറവാണ്, ഇതിലും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ചെടി ഇതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു ചെടിയായിരിക്കാം, പലർക്കും ഇത് അറിയില്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പച്ച ഇല, ഒരു മഞ്ഞക്കുത്ത്. ഇതിനെന്താണ് ഇത്രയ്ക്ക് പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ നിറം കൊണ്ടായിരിക്കാം, എല്ലാവർക്കും ആകർഷിക്കുന്നതിൻ്റെ ആ ഒരു നിറം കൊണ്ടായിരിക്കാം എല്ലാവരും ഇതിങ്ങനെ എടുത്ത് കുത്തി വെക്കുന്നത്. ഇത് ചുമ്മാ കൂടെ തണ്ട് കുത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കിളുത്ത് വന്നോളും. ഇതുണ്ടോ, നല്ല രസം. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി അടുത്ത സംഭവം, ഇത് വേറൊരു ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഇത് കണ്ടത്, ഈ സാധനമാണ് ആ സാധനം. അത് ഞാൻ കുറച്ച് കൊണ്ട് കുത്തിയതാണ്, അത് റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സാധനം നമ്മുടെ വീട്ടിൽ കാട് കൂട്ടുണ്ട് കേട്ടോ. പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പം അത്രയും ഇല്ലെങ്കിലും ഇച്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. ഇതധികം പറിക്കാനും ഭയങ്കര പാടാണ് കേട്ടോ. അയ്യോ, മരം കൂട്ടാൻ നിൽക്കണത്, പറിക്കാൻ നല്ല പാടാണ്. ഞാനപ്പോൾ വെട്ടിയെടുത്തിട്ട് കൊണ്ട് കുത്തി വെച്ചതാണ്. അപ്പോൾ അവിടെയും വെച്ചായിരുന്നു, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ കൊണ്ട് കുത്തി വെച്ചു. അപ്പോൾ ഈ സംഭവം ഇത് പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഈ 2 സൈഡിലും ഞാൻ വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബോൾ കൂട്ട് വരും. ഇത് ഇങ്ങനെ ഫുട്ബോളൊക്കെ ഇല്ല, അത് കൂട്ട് വരും കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഇത് വലുതായി വരുമ്പോൾ ഒടിച്ചൊടിച്ച് കുത്തിയാൽ മതി, പെട്ടെന്ന് കിളുത്ത് വരും കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് 2 എണ്ണമാണ്, ഇത് 3 എണ്ണം എന്തോ ആണ് കേട്ടോ. അത് അമ്മ കുത്തി വെച്ചതാണ്. ഞാൻ പോയി ഇത് പറിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ എന്നെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു. വഴക്കല്ല, അമ്മ എന്നോട് പറഞ്ഞു കേട്ടോ, നീ എന്തിനാണ് കുത്തി വെച്ച പോയി പറിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഞാൻ അമ്മക്ക് എന്നെ കുത്തി ഞാൻ വേറെ എടുത്ത് കൊണ്ട് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് ബോളായിട്ട് വരും. നമ്മുടെ ഇവിടെ 2 സൈഡിലും സ്റ്റെപ്പിൻ്റെ ആ സൈഡിലും ഉണ്ടായിരുന്നതാണ്. നല്ല രസമായിട്ട് ഇത് കാണാം. ഇതിന് പ്രത്യേക മണമുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വീഴുമ്പോൾ അതിൽ കെട്ടിക്കിടക്കും. പിന്നെ ഈ സംഭവം എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ടും ഇവിടെ നിന്ന് കളിക്കാനായിട്ടും ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊരു ഇരിപ്പടം കൊണ്ട് വെക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇഷ്ടമാണ്, പക്ഷേ
ഒരു ഇഷ്ടം ഒരു ഉറച്ച സീറ്റ് ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനനുസരിച്ച് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചൊരു സീറ്റാണിത്. ഇത് കണ്ടില്ലേ, നമുക്ക് ഞാൻ ഇരിക്കുന്നതിൽ കൂടുതലും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും ഞാൻ ഇല്ലാത്തപ്പോഴും ഞാൻ ഇരിക്കുന്നതിൽ കൂടുതലും നമ്മുടെ പൂച്ചൂസിലെ പലരുമാണ് കൂടുതലും മിക്കിയാണ് കേട്ടോ ഇതിൽ കയറി കിടക്കണത്. അതുകൊണ്ടാണ് വന്നുണ്ട് ആൾ. ഞാൻ പറഞ്ഞില്ല കേട്ടോ, ദേ ഇവിടെ കയറി ഇരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആൾ. ഇപ്പോൾ സ്നോബലും വന്നുണ്ട്. നിനക്ക് ഇവിടെ പ്രവേശനമില്ല, പോടാ. ഇവനൊക്കെ വരുന്നത് എൻ്റെ ചെടി നശിപ്പിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് കയറി അവൾ കിടക്കും. പക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയൊക്കെ നല്ല സീനറിയാണ് കേട്ടോ ഇവിടെ വന്നിരുന്നാൽ. രാവിലെ ഇരുന്നാലും നല്ല തണുപ്പായിരിക്കും, രാത്രി ഇരുന്നാലും നല്ല തണുപ്പായിരിക്കും. പിന്നെ ഇത് ഇവിടെ ഉള്ള ഒരു പാരമ്പര്യമായിട്ട് നമുക്കുള്ള ഒരു ചെടിയാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതല്ല ഇത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ വളർന്നു വന്നൊരു ചെടിയാണ്. ഇതിനെ വെട്ടാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ. വെട്ടുന്നവരെ കൈ വെട്ടിക്കളയും, അങ്ങനത്തെ ടൈപ്പ് ഒരു ചെടിയാണിത്. എൻ്റെ തലയെ പിടിച്ച് വലിക്കുന്നത്, ഞാനിത് പറഞ്ഞപ്പോൾ എന്നെ നൊന്ത് കേട്ടോ, എൻ്റെ തലയെ പിടിച്ചൊക്കെ വലിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി പുതിയ തൈ ഉണ്ടാവാനുള്ള കായുണ്ട് കേട്ടോ. ഇത് തന്നെ എൻ്റെ വായിൽ വറ്റിപ്പോയി പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ പൊട്ടി നിലത്ത് വീഴും. അപ്പം ഞാനും ഇടയ്ക്ക് ഇങ്ങനെ കൈ കുരുക്കുമ്പോൾ ഇതിങ്ങനെ പടുത്തിട്ട് ഇത് കണ്ടതേ, ഇതിങ്ങനെ തുറക്കണം. ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇത്തിരൂടെ നന്നായിട്ടുള്ളതാണിത്. ഇതിനകത്തൊക്കെ ഇങ്ങനെ കരിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല മൂത്ത വിത്താണ്. അപ്പോൾ ഇതിട്ടാൽ കിളുത്ത് വരും. അപ്പോൾ അതേ ഈ നനവുള്ള നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുന്ന കൂട്ടുള്ള സ്ഥലത്തൊക്കെ ഇട്ടാൽ മതി, നല്ലോണം കിളുത്ത് വരും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിനൊരു വെള്ളമാവുമല്ലോ, അപ്പോൾ പെട്ടെന്ന് കിളുത്തും വരും. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ചേട്ടായി വെച്ചൊരു പേരയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ശിഖരം വെട്ടിക്കളഞ്ഞു കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പൊക്കത്തേക്ക് ഇതിൻ്റെ ശിഖരം വന്ന് കിടക്കുമ്പോൾ നമ്മുടെ വീടിന് സാംസ്കാരിക ഒരു തകർച്ച വരും. അത് കാരണം നമ്മൾ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇതുണ്ട്, അതാണിവിടെ. പക്ഷെ അതിൻ്റെ അകത്ത് എന്തോ ഒരു ഫംഗസ് കൂട്ടൊരു സാധനം, ഒരു പൂപ്പൽ കൂട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. ഓട്ടാണ് അവിടെ വേറെ ആൾക്കാർ. അപ്പോൾ ദേ ഇതിനകത്ത് ഞാൻ കയറാൻ നോക്കിയിട്ട് ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇറങ്ങാൻ മാത്രം എനിക്ക് അറിഞ്ഞും കൂടാ കേട്ടോ. അവിടെ ഞാൻ നോക്കുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്, 2 കുരുപ്പന്മാരവിടെ കിടന്നിട്ട് കാണിക്കണമുണ്ട്. അതാണ്ട് അമ്മ എടുത്തിട്ട് ഓടിക്കണമുണ്ട് കേട്ടോ. തല്ലണ്ടമ്മ, അവന്മാർ തല്ലണ്ട കേട്ടോ. അമ്മ നിലത്തിട്ട് അടിക്കണുണ്ട്, ഓടുവാട്ടോ എല്ലാം കൂടി. ഭയങ്കര സൗണ്ട്, നമുക്ക് വീഡിയോ എടുക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത സംഭവം ഞാൻ ഈ പറയാമെന്ന്, നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ ചെടിയും ഞാൻ ഇപ്പോൾ കാണിച്ചു. ഇനി ഞാനിവിടെ കൊണ്ട് ചെടി വെക്കും കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഇനി ഇവിടെയൊക്കെ എനിക്ക് ഫില്ല് ചെയ്യണം. പിന്നെ ഇവിടെയൊക്കെ ചെടി വെക്കണം. എന്നിട്ട് ഞാൻ അവിടെ ഇതുണ്ടോ ഈ കോല് വെച്ചില്ലേ, ഈ കോല് ഞാൻ പറിച്ചിട്ട് വീണ്ടും അച്ഛനെ കൊണ്ട് ഇങ്ങനെ കുത്തി അടുത്ത് കുത്തി നല്ല വേലിയാക്കും, നല്ല ഉറപ്പുള്ള വേലിയാക്കും. എന്നെപ്പോലെ നല്ല ഉറപ്പുള്ള വേലിയാക്കും. എന്നിട്ട് ഇവിടെയൊക്കെ കുത്തി, ഇങ്ങോട്ടേക്ക് ഞാൻ വേലി വെക്കൂല, ഇവിടെ എനിക്ക് കയറാനുള്ള സ്ഥലമാണ്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വീണ്ടും വേലി വെച്ച് കുരക്കണവൻ. വേലി വെച്ച് ഇവിടം വരെ കൊണ്ട് ഞാൻ വേലി വെക്കും. എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. ഒന്നല്ലെങ്കിൽ ചെടികൾ കൊണ്ടുള്ള വേലി വേണം, പക്ഷേ ചെടികൾ കൊണ്ടുള്ള വേലി ഇവിടെ അസാധ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. ഇപ്പം എനിക്ക് പക്ഷേ അതിനെക്കാട്ടി ഇഷ്ടം ഈ കോല് കുത്തി കൊടുക്കുന്ന മറ്റേ പണ്ടത്തെ ടൈപ്പ് വേലിയില്ലേ, അതൊക്കെയാണ് എനിക്കിഷ്ടം. നമ്മൾ ഒന്നാമത് പഴമയാണ് കേട്ടോ, മുഴുവൻ പഴമ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ ഇരുന്ന് അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഏതോ ഒരു വീഡിയോ അല്ല, നമ്മൾ മറക്കരുത്, നമ്മുടെ മരത്തിൽ കയറിയില്ലേ, ഞാനൊരു മരത്തിൽ, ആ മരമാണിത്. ഇത് സപ്പോർട്ട മരം. ഞാൻ കായ പറിച്ചൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ഇനിയും കായ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ പറിച്ച കായൊന്നും ഇതുവരെ തീർന്നിട്ടുമില്ല, ഞങ്ങൾ കഴിക്കുന്നുമില്ല, കുറച്ച് കഴിക്കുന്നുള്ളൂ. ഇതിന് ഭയങ്കര വിറ്റാമിനുള്ള സാധനമാണെന്നൊക്കെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതും എൻ്റെ ഗാർഡനിലുള്ളൊരു സംഭവമാണ്. എനിക്കിവിടെ കയറി ഇരിക്കുക കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഇതിൽ ഞാൻ കയറുന്നതിൽ കൂടുതലും നമ്മുടെ സ്നോബലും മിക്കിയൊക്കെയാണ് കയറുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളൊരു സംഭവം എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ പറയുന്നതാണ് നന്ദ്യാർവട്ടമില്ലേ, നമ്പ്യാർവട്ടം എന്നും പറയും, നന്ദ്യാർവട്ടം എന്നും പറയും, എന്തൊക്കെയോ പറയും. അപ്പോൾ ആ ചെടിയാണ് നമ്മുടെ പുറത്തിങ്ങനെ എന്താ പറയണ, ഒരു വേല് കൂട്ട് നിൽപ്പുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അകത്തേട്ട് കൊണ്ടുവന്നാൽ ചെറുതായിട്ട് കിളുക്കുന്നുള്ളൂ, കിളുത്ത്. പക്ഷേ അതിൽ പൂ ഇട്ടു കേട്ടോ അകത്ത്. പിന്നെ ഈ സംഭവം ഇതുകൂടി കാണിച്ചിട്ട് ഞാൻ എപ്പോഴാണ് വെച്ചതെന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താം. ഇത് നമ്മുടെ ഇതെന്താ ബാമ്പൂ ചെടിയാണ്.
അപ്പോൾ അവിടെ ഇല്ലി നിൽപ്പുണ്ട്. അവിടെയൊക്കെ വേറെ ചെടിയുണ്ട്. അവിടെ ചെമ്പരത്തി പല ടൈപ്പ് കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബാമ്പു കുട്ടനാണ്. അപ്പോൾ ഇവൻ കുറേ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നിൽപ്പുണ്ട്. ബാമ്പുവിൻ്റെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ ബാമ്പുവൊക്കെ പലർക്കും ഈ ബാമ്പുവിനോട് താല്പര്യമില്ലാത്തവരുണ്ട്, താല്പര്യമുള്ളവരുമുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യം, നമുക്ക് ഈ വീടിന് വേലി കെട്ടിയേക്കുന്ന ഇത് കണ്ടത് ഇപ്പോൾ തന്നെയാണ്. ഈ കല്ലൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കെട്ടിയിട്ട്. അപ്പോൾ ആ കെട്ടിയേക്കണ കാരണം നമുക്ക് ചെടിയൊന്നും അധികം വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എല്ലാം എന്നെ ഡിസ്റ്റർബൻസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഈ ചെടികളൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഇനി വെച്ച് വരുന്നേ ഉള്ളൂ. ഇതത് നോക്കിയത് ഇതെന്താണിത്? യുദ്ധക്കളാണോ ഈ വീട്? മൊത്തത്തിൽ യുദ്ധാട്ടോ. അതെനിക്കും ഡൗട്ടുണ്ട് ഗൈസ്. ഇത് പൂച്ചയാണോ കുരങ്ങാണോ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ. ഒരു കറുത്ത കുരങ്ങനും ഒരു വെള്ള കുരങ്ങനും ഉണ്ട് കേട്ടോ. ഒരു കട്ടക്കറുപ്പ് കുരങ്ങനൂടി ഇവിടെ ഉണ്ട്. ആ കുരങ്ങൻ ഏതോ ഒരു കാട്ടിൽ പോയി കിടപ്പുണ്ട്. വീടിനകത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും കേട്ടോ ഇപ്പം മിക്കവാറും. ആ കുരങ്ങൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അവിടെ എവിടെയോ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഈ ഇതൊക്കെ പണിത് വന്നേക്കണ കാരണമാണ് നമ്മൾ ഇപ്പോൾ ചെടിയൊന്നും ഇല്ലാത്തതിന് നമ്മൾ പതിയെ വെച്ച് വരും. പണ്ട് ഇവിടെ ചെടിയുടെ സമ്മേളനമായിരുന്നു. പലരും വന്ന് പറിച്ചുകൊണ്ട് പോകുന്ന സമ്മേളനമായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അമ്മയ്ക്ക് ഈ ചെടീനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനോട് അനുയോജ്യമില്ലാത്തതുകൊണ്ടാണ് അമ്മ വെക്കാഞ്ഞത്. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും അനുയോജ്യമായി. മറിക്കേ ചേട്ടാ, എൻ്റെ വേര് നശിപ്പിച്ച് ഗൈസ്. എന്നിട്ട് എത്ര കഷ്ടപ്പെട്ട് വെച്ചാണെന്നറിയാമോ? സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ ഒന്ന് കഴിച്ചു, അത് വേറെ കാര്യം. കഴിച്ചിട്ട് ഞാൻ ഇതുമായിട്ട് ഇറങ്ങി. പിന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇരുന്നു, പഠിച്ചു പോലും ഇല്ല. പഠിച്ചു കേട്ടോ, രാത്രി പഠിച്ചു. ഞാൻ ഇതിലായിട്ട് ഇറങ്ങിയത് കാരണം ഞാൻ പഠിച്ചു കേട്ടോ, പാരാത്രിക്ക് പഠിച്ചതെന്ന് മാത്രം. ഇത് കഷ്ടാണല്ലോ ഇത്, യുദ്ധക്കളം. ഇടാ കുരങ്ങാ, നീ എൻ്റെ ചെടി ഇവിടെ എൻ്റെ ചെടിയുടെ ഗായ്സ് ചേട്ടി നടന്നു വന്നപ്പോൾ അതുകൂടി പോയിട്ടോ. ഞാനിത് വിലയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛനെ കൊണ്ട് അഴിച്ച് കുത്തിപ്പിക്കുമെന്ന്. ഞാൻ നാണം കെട്ടില്ലേ. ഇതാണ് നമ്മുടെ നന്ദ്യാർ വട്ടം. ഇത് കണ്ടോ, ഒരു മണവും ഇല്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ടോ ഇവിടെ കാട് കൂട്ടിയതുണ്ട് കേട്ടോ. ഇത് കണ്ടോ എന്തൊരു ഭംഗിയാണെന്നോ. കഴുകാനിരിക്കുന്നു. എനിക്ക് തെറ്റിപ്പോകുന്നു. ഇതുണ്ടത് അവിടെ മാവ്, നമ്മുടെ മാവൊക്കെ പൂവിട്ടു കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ അതെ നമുക്കിനി നമ്മുടെ ഗാർഡനിലേക്ക് പോകാൻ ഞങ്ങളുടെ പുറകെയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ വരെ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കിനി ഗാർഡനിൽ പോയിട്ട് വീണ്ടും കാര്യം പറഞ്ഞിട്ട് നിർത്താം. ഗാർഡനല്ല, ഇത് അമ്മ വെച്ചേക്കുന്ന ഒരു സൈഡിലേക്കുള്ളൊരു സംഭവമാണ്. ഇതൊരു ചെമ്പരത്തിയാണ്. ഇത് നമ്മൾ മേടിക്കുന്നതല്ല, പലയിടത്തുനിന്നും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോടത്ത് പുറത്തൊക്കെ തന്നെയാണ്, വീടിന് പുറത്തൊക്കെ ചുമ്മാ കിടന്ന് കിട്ടും. ചുമ്മാ കിടന്നല്ല കേട്ടോ, അവിടെ ഇരിക്കുന്ന ചെടിയായിരിക്കും. നമ്മൾ ഒടിച്ചുകൊണ്ട് കുത്തിയതാണ് കേട്ടോ. ഇത് കണ്ടോ, എന്താണത്? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മറിച്ചിട്ടാണ് എനിക്ക് ചെടി വെക്കാൻ വേണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞച്ചെടി. ഇത് കണ്ടോ, അതിങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. ഇത് ആ വെള്ള നമ്പ്യാർ വട്ടം ഇവിടെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടി. ഇത് ഇല്ലിയാണ്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഗാർഡനിൽ അതൊക്കെ എന്തുകൊണ്ടാണ് വെച്ചത്, എന്നാണ് വെച്ചത്, എപ്പോഴാണ് വെച്ചത്, ഏത് സമയത്താണ്, സമയമൊന്നും പറയുന്നില്ല, എന്തുകൊണ്ടാണ് വെച്ചത്, എപ്പോഴാണ് വെച്ചത്, ഏത് ദിവസമാണെന്നൊക്കെ ഞാൻ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ്ട് ഞാൻ ഇരിക്കുന്നിടത്ത് കയറി ഇപ്പോൾ സ്നോബിലിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഇന്ന് എന്നാണ് വെച്ചതെന്ന് പറയാം. ഈ ബോൾസ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടൊരു 6-7 ദിവസമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കൊണ്ടുപോയി വെച്ചതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വെച്ചതാണ്. ഈ ഒരു ഗാർഡൻ്റെ മെയിൻ ഈ ബോൾസിലാണ് കേട്ടോ. പിന്നെ ഈ ചെടി ഞാൻ ഇന്നലെ കൊണ്ട് കുത്തിയതാണ്. അവൻ വേര് പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ കൊണ്ട് അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ ഇത് കണ്ടത് ഇന്നലെ അവിടുന്ന് എടുത്ത് വെച്ചത് കാരണം കുഴപ്പമില്ല, ഒരു ഉഷാറൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഇത് വെച്ചിട്ട് ഇത് ഈ ബോൾസ് വെച്ച് അന്ന് തന്നെ വെച്ചതാട്ടോ ഇത്. പിന്നെ ഇത് ഇന്നലെ വെച്ചതാണ്. ഇതിൻ്റെ ഒപ്പം ഇത് ഇന്നലെ വെച്ചതാണ്. ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്. ഇത് ഞാൻ മിനിഞ്ഞാന്ന് എന്തോ കൊണ്ടുവച്ചതാണ് കേട്ടോ. പിന്നെ ഈ സംഭവം ഞാൻ ഇന്നലെ തന്നെ വെച്ചാണ്. എല്ലാത്തിനും വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്. ഇത് വെച്ചിട്ട് ഈ ബോൾസിൻ്റെ ഒപ്പം വെച്ചതാണ്. ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്. ഇത് കണ്ടോ ഈ മഞ്ഞച്ചെടി, ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്.
ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്, അല്ല ഇന്നലെ അല്ല സോറി, ഇത് മിനിഞ്ഞാന്ന് കൊണ്ടുവച്ചതാണ്. ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്. അത് കാരണം ഒന്നിനും വേര് പിടിച്ചിട്ടില്ല. പിന്നെ അതെ ഇതിനെ മറന്നുപോയെന്ന് വിചാരിക്കണ്ട, ഇതും ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്. ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത ഗാർഡനാണിത്. പിന്നെ വേറൊരു സാധനം ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്. ഇതും ഞാൻ ഇന്നലെ കൊണ്ടുവച്ചേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ഇന്നലെ തന്നെ വെച്ചതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വേരൊന്നും പിടിക്കാത്തതുകൊണ്ട് നമുക്ക് വലിച്ചാൽ ഭംഗിയൊക്കെ വരും കേട്ടോ. നിങ്ങൾ വലിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ സംഭവത്തിന് മറന്നുപോയി നമ്മൾ. ഇത് നമ്മുടെ എന്താണിത്, ഇതെന്താ മണി പ്ലാന്റ്. ഇത് നമ്മുടെ ഏനാദിയിൽ നിന്ന് കൊണ്ടുവന്ന മണി പ്ലാന്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ താ, ഞാൻ മറന്നു പോയിട്ട് നമ്പർ താ, നമുക്ക് ഏനാദി പോയി പറിച്ചോ. ഞാൻ സീരിയസ് ആയിട്ടിരുന്ന് പറയുക കേട്ടോ. കളഞ്ഞോ ഗൈസിന്, നിങ്ങളാരും ഇനി വരണ്ട, അത് പറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പം ഇവിടെ വേറൊരു സംഭവമുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഒരു ചെറിയ ഗാർഡനിൽ സെറ്റ് ചെയ്തൊരു ഗാർഡനാണ് കേട്ടോ ഇത്. ഈ കല്ല് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്. ഈ മരം മാത്രമാണ് ഞാൻ വെക്കാത്തേ ഉള്ളൂ, മരം ഈ സംഭവങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എൻ്റെ ഇന്നലത്തെ ഗാർഡൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയും പോയി കാണുക. ഈ വീഡിയോ ഫുള്ള് കാണണേ, എന്നാലേ ഇത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. അതെല്ലാം കഴിയുമ്പോൾ ഞാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, കമൻറ്റ് ചെയ്യൂ. പിന്നെ ഈ സാധനം വെക്കണമെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.